നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് കറണ്ട് അഫെയറും എല്ലാ മേഖലകളും ഉണ്ടോ, നമുക്ക് ഏതൊക്കെയാണോ സിലബസ് ആ മേഖലകളിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ഏത് മേഖലയ്ക്കാണോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, ഏത് ടോപ്പിക്കാണോ കൊടുക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി വർക്കൗട്ട് ചെയ്യാം. 30 ദിവസം മാക്സിമം 30 ദിവസം തരണം. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, കറണ്ട് അഫെയർ ഓരോന്നായിട്ട് കറണ്ട് അഫെയർ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അതിനെല്ലാവർക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ് കടക്കുന്നത്. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുണ്ട്, അതുപോലെ ബയോളജി എടുത്തിട്ടുണ്ട്, കറണ്ട് അഫെയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, മൗലികാവകാശം, മൗലിക കടമ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, അതുപോലെ തന്നെ ലോകസഭ, രാജ്യസഭ, നമ്മുടെ പാർലമെന്റിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓട്ടിച്ചിട്ട് വായിച്ചു പോകുക കേട്ടോ. അപ്പൊ മാർക്ക് നമുക്ക് എന്ത് ചെയ്യും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പ്രിലിംസ് എക്സാം ആണ്, അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക കേട്ടോ. മൗലിക കടമകളെ കുറിച്ച് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എവിടെ നിന്നാണ് കടം എടുത്തിരിക്കുന്നത് എന്നറിയണം അല്ലേ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ് എവിടെ നിന്നാണ് കടം എടുത്തിരിക്കുന്നത് എന്ന് നോക്കണം. എവിടെ നിന്നാ? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് അല്ലെ? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അത് പഠിച്ചല്ലോ, റഷ്യൻ ഭരണഘടന എന്ന് പറയും. ഇനി എപ്പോഴാണ്? 1976 അടിയന്തരാവസ്ഥയുടെ സമയത്താണ് എന്ത് ചെയ്യുന്നത്, സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. 1976 അടിയന്തരാവസ്ഥ കാലത്ത് കേട്ടോ, 1976 അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് ചെയ്യാണ്, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ട് ഒരു നിർദ്ദേശങ്ങൾ നൽകാൻ കോൺഗ്രസ് ഗവൺമെന്റ് നമ്മുടെ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. അപ്പൊ മൗലിക കടമകൾ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്, സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതേപോലെ തന്നെ ഏതാണ് ഭേദഗതി? 42ാം ഭേദഗതി. 1976 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ എന്ന ആശയത്തോടു കൂടിയിട്ട് എന്ത് ചെയ്ത് 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. പഠിക്കണം. 1976 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത്. എന്നാൽ ഇന്ന് എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളുണ്ട്. 2002 ഒരു 86ാമത്തെ ഭേദഗതി കൂടി ആയപ്പോൾ എന്ത് ചെയ്തു, ഒരു മൗലിക കടമകൾ കൂടി അങ്ങനെ ഇന്ന് എത്രയാണ്? 11 മൗലിക കടമകളാണ്. ഭാഗം 4A പിന്നെ ആർട്ടിക്കിൾ ഏതാണ്? 51A ഭാഗം 4A ആർട്ടിക്കിൾ 51A അങ്ങനെ 1976 അടിയന്തരാവസ്ഥ കാലത്ത് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ 1977 ജനുവരി മാസം 3-ാം തീയതിയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ വരുന്നത്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ പ്രസിഡന്റും HR ഗോഖലെ ആ സമയത്തെ നിയമമന്ത്രിയും ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ മൗലിക കടമകളെ കുറിച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. 1976 അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയോട് ഒരു നിർദ്ദേശം വെക്കുകയാണ് മൗലിക കടമകളെ കുറിച്ചിട്ട്. അപ്പൊ മൗലിക കടമകൾ വരാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. 42ാമത്തെ ഭേദഗതി 1976 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അന്ന് നിലവിൽ വരുന്ന സമയത്ത് 76 കാലത്ത് എത്ര മൗലിക കടമകളാണ്? 10 മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയത്. ഭാഗം 4A ആർട്ടിക്കിൾ 51A അങ്ങനെ 1977 ജനുവരി 3-നാണ് മൗലിക കടമകൾ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ആ സമയത്ത് നിയമമന്ത്രി HR ഗോഖലെ. സെറ്റാണോ? അപ്പൊ ഇപ്പൊ എത്ര മൗലിക കടമകളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? 11 മൗലിക കടമകളാണ് അല്ലെ? എത്രയാണ്? 11 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ആ 11 മൗലിക കടമകൾ ഏതൊക്കെയാന്ന് നോക്കാം. നമ്മൾ ആർട്ടിക്കിൾ പറഞ്ഞു 51A എന്ന് പറഞ്ഞു. 51A ABCDEFGHIJK അങ്ങനെയാണ് 11 മൗലിക കടമകൾ. ഇതിന്റെ കൂടെ
ഇങ്ങനെയാണ് കേട്ടോ, 51B, 51C അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഞാനത് വെറുതെ ഈ 51 കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് 11 മൗലിക കടമകൾ എന്ന് നോക്കാം. ഭരണഘടനയെ അനുസരിക്കുക. എന്തൊക്കെയാണ്? നമ്മൾ എപ്പോഴും നമ്മുടെ ഭരണഘടനയെ അനുസരിക്കണം അല്ലേ? ഭരണഘടനയെ അനുസരിക്കണം. അതുപോലെ നമ്മുടെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കണം. എന്നാൽ ഇതില് ദേശീയ ഗീതത്തെ ആദരിക്കേണ്ട കാര്യം പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദ്യം വരും, എന്താണ് 51A ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പതാകയെ ആദരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വേഗം പോയിട്ട് റൈറ്റ് ആണ് പറഞ്ഞിട്ട് എഴുതും. അവിടെ ദേശീയ ഗീതത്തെ കുറിച്ചിട്ട്, ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ കുറിച്ചിട്ട് അതിൽ പ്രതിപാദിക്കുന്നില്ല. സെറ്റാണോടാ? ഓക്കെ. അപ്പൊ എന്താ അവിടെ പഠിച്ച? ഭരണഘടനയെ നമ്മൾ അനുസരിക്കണം കേട്ടോ. ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കണം. എന്നാൽ ദേശീയ ഗീതത്തെ കുറിച്ച് പറയുന്നില്ല. 2, അടുത്തത് നോക്കിക്കേ. നമ്മുടെ ദേശീയ സമരത്തിന് അല്ലേ, നമ്മുടെ ദേശീയ സമരങ്ങൾ നമുക്കറിയാം, നമ്മളൊക്കെ ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരുപാട് ദേശീയ സമരങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ? ആ ദേശീയ സമരത്തിന്റെ മഹനീയ ആദർശനങ്ങളെ എന്ത് ചെയ്യണം? പിന്തുടരണം. മഹനീയമായ ആദർശങ്ങളെ പിന്തുടരണം. അപ്പൊ ഗാന്ധിജി നമുക്കറിയാം അഹിംസ അല്ലെ മുന്നോട്ട് വെച്ച വ്യക്തിയാണ്. അപ്പൊ നമ്മളും അത് എന്ത് ചെയ്യണം? പിന്തുടരണം എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തണം. നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തണം. അടുത്തത് എന്താടാ പറയുന്നത്? നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കണം. ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മൾ ദേശീയ സേവനം അനുഷ്ഠിക്കണം. നമുക്കറിയാം പ്രളയങ്ങൾ വന്നപ്പോഴും, നിപ്പ വന്നപ്പോഴും, കൊറോണ വന്നപ്പോഴും ഒക്കെ നമ്മുടെ ഓരോ യുവ തലമുറകളും അല്ലെ ഇറങ്ങി പ്രവർത്തിച്ച്, യുവ തലമുറ മാത്രമാണോ? അല്ല അല്ലെ? എല്ലാവരെ കൊണ്ടും ആകുന്ന സേവനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ നാടിനു വേണ്ടി നമ്മൾ നൽകിയിട്ടുണ്ട് അല്ലെ? അങ്ങനെ നമ്മുടെ രാജ്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആവശ്യമുള്ളപ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കാനും തയ്യാറാകണം. അടുത്തത് എന്താ പറയുന്നത്? സൗഹാർദ്ദവും സാഹോദര്യവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. എല്ലാവരും സൗഹാർദ്ദത്തോടും സാഹോദര്യത്തോടും പുലർത്തിയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ എന്താ പറയുന്നത്? നമ്മുടെ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തെ നിലനിർത്തണം. ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്നൊരു രാജ്യമുണ്ട് അല്ലെ? ആ ഇന്ത്യ എന്ന രാജ്യത്ത് പല സംസ്കാരങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ പാരമ്പര്യത്തെ നിലനിർത്തുക. അതുപോലെ തന്നെ എന്താ? വനങ്ങള്, തടാകങ്ങള്, നദികള്, വന്യജീവികള്, ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. വനങ്ങൾ സംരക്ഷിക്കണം, തടാകങ്ങളും നദികളും വന്യജീവികളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക. നെക്സ്റ്റ് വൺ എന്താടാ പറയുന്നത്? എന്താണ്? ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അതേപോലെ തന്നെ അന്വേഷണ മനോഭാവവും വികസിപ്പിക്കുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണ മനോഭാവവും വികസിപ്പിക്കുക. അതുപോലെ പൊതുസ്വത്ത് പരിരക്ഷിക്കുക കേട്ടോ. അക്രമം ഉപേക്ഷിക്കുക. എന്ത് ചെയ്യണം? കൂടെ നമ്മൾ അക്രമം ഉപേക്ഷിക്കണം കേട്ടോ. അക്രമം ഉപേക്ഷിക്കുക, പൊതുസ്വത്ത് പരിരക്ഷിക്കുക. പൊതുസ്വത്ത് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വത്തിനെ പറ്റി സംരക്ഷിക്കാനല്ല പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പൊതുസ്വത്തുണ്ട് അല്ലെ? പലവിടെയുണ്ട്. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പരിരക്ഷിക്കണം. പിന്നെ എന്താ പറയുന്നത്? വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനങ്ങളിൽ ഉത്കൃഷ്ടതയ്ക്കായി പരിശ്രമിക്കുക. വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനങ്ങളിൽ ഉത്കൃഷ്ടതയ്ക്കായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ 10 മൗലിക കടമകളാണ് 1976 42ാമത്തെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത് ഈ 10. എന്നാൽ 2002 ആയ സമയത്ത് 86ാമത്തെ ഭേദഗതിയിലൂടെ ഇതാ ഈ കെ കണ്ടോ 51 കേട്ടോ 51 11ാമത്തെ മൗലിക കടമ ഉൾപ്പെടുത്തി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുക. ഇതാണ് 11ാമത്തെ മൗലിക 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുക. അങ്ങനെ 2002 86ാമത്തെ ഭേദഗതിയിലൂടെ നടപ്പിലാക്കി. അങ്ങനെ 11 മൗലിക കടമകളായി. ഈ 2002 സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയിയും ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമുമാണ്. അവിടെ നമ്മൾ ആരാ പഠിച്ചത്? ഇന്ദിരാഗാന്ധി അല്ലേ? അവിടെ ഇന്ദിരാഗാന്ധി ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറഞ്ഞു. ഇവിടെ ഇന്ദിരാഗാന്ധിക്ക് പകരം ഇവിടെ 86ാമത്തെ ഭേദഗതി സമയത്ത് ആരാ? വാജ്പേയി ആണ് ഇന്ത്യൻ രാഷ്ട്രപതി. APJ അബ്ദുൽ കലാമിനാണ്. സെറ്റാണോടാ? സെറ്റാണോ? 11 മൗലിക കടമകൾ ഓക്കെ ആയോ? ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു കൂടെ കേട്ടോ. സ്റ്റേറ്റ്മെന്റിൽ ഇപ്പൊ ഈ അടുത്ത എക്സാമുകളിലൊക്കെ ഈ കടമകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. തെറ്റാൻ പാടില്ല.
ഓക്കെ, ഇനി നമ്മൾക്ക് അങ്ങനെ നമ്മൾ മൗലിക കടമകൾ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങളാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം, നിങ്ങൾ സിമ്പിളായിട്ട് അതിനെ എന്ത് ചെയ്യുക, ഗ്രഹിക്കുക. ഓക്കെ, കാരണം നമ്മൾ ഇതിപ്പോൾ ഡീപ്പായിട്ട് ഇരുന്ന് ക്ലാസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാ ഏരിയയിലും നമുക്കൊന്ന് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തണം അല്ലേ, നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചവർക്ക് നല്ലൊരു റിവിഷനുമായി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളൂ. വെറുതെ വാരി വലിച്ചിട്ടൊന്നും നിങ്ങൾക്ക് തരുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ക്വസ്റ്റ്യൻസ് കയറി വരും, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഇനി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആര് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയാണ്. ആ സംരക്ഷിക്കാനുള്ള ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ റിട്ടുകളാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓരോ പൗരനും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. ഈ മൗലിക അവകാശങ്ങൾ എന്നതിലേക്ക് ഇന്ത്യൻ ഭരണഘടന എത്തിപ്പെട്ടതിന്റെ മുൻഗാമികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ 1215 മാഗ്ന കാർട്ട, 1215 ജോൺ രാജാവ് ഒപ്പുവെച്ച 1215 ജോൺ രാജാവ് ഒപ്പുവെച്ച മാഗ്ന കാർട്ടയും അമേരിക്കൻ അവകാശ പത്രികയും, അതായത് ബിൽ ഓഫ് റൈറ്റ്സ്, US ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടിട്ടുണ്ട് അല്ലേ, അമേരിക്കൻ ഭരണഘടനയുടെ അവകാശ പത്രികയാണ്. അമേരിക്കൻ അവകാശ പത്രികയും ഫ്രാൻസിലെ മനുഷ്യ അവകാശ പ്രഖ്യാപനവും, നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം നമ്മൾ പഠിക്കുമ്പോൾ 1789 പഠിക്കാറുണ്ട് അല്ലെ. 1789 ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനവും, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, മനുഷ്യ അവകാശം അല്ലെ, ഹ്യൂമൻ റൈറ്റ്സ്. എന്താ, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ലിംഗം തുടങ്ങിയ വിവേചനങ്ങളില്ലാതെ അന്തസ്സുറ്റ ജീവിതം നയിക്കണം അല്ലെ, അതിനു വേണ്ടിയിട്ടുള്ള അവകാശമാണ് ഏത്, മനുഷ്യ അവകാശം. നമുക്ക് ഒരു മനുഷ്യനൊരു അവകാശം കൊടുക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ കൊടുക്കണം, ജാതിയിൽ കൊടുക്കണം അല്ലെ, മതത്തിൽ കൊടുക്കണം, ലിംഗത്തില്, ഇതിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം കാണിക്കാൻ പാടില്ല. ആ വിവേചനം ഇല്ലാതെ കൊടുക്കുന്ന ഒരു അവകാശം ഉണ്ട് അല്ലെ, അതാണ് മനുഷ്യ അവകാശം എന്ന് പറയുന്നത്. പിന്നെ UN പ്രഖ്യാപനം, എപ്പോഴാണ് UN പ്രഖ്യാപനം നടക്കുന്നത്, 1948. നമുക്കറിയാം 1948 ഡിസംബർ മാസം 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1948 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം പഠിച്ചോളണം, ഡിസംബർ 10 അല്ലേ. പിന്നെ എന്താണ്, 1928 നെഹ്റു റിപ്പോർട്ട് അല്ലേ. ഏത് നെഹ്റു, ജവഹർലാൽ നെഹ്റു ആണോ? അല്ല, പ്രീവിയസ് ചോദ്യമാണ്, മോത്തിലാൽ നെഹ്റു കേട്ടോ. മോത്തിലാൽ നെഹ്റുവിന്റെ റിപ്പോർട്ടും. പിന്നെ ഏതാണ്, 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം. ഇതിൽ ആരാണ് അധ്യക്ഷൻ, സർദാർ വല്ലഭായി പട്ടേലാണ്. അദ്ദേഹം ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു മൗലിക അവകാശത്തിന്റെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഘട്ടങ്ങൾ, ഇതൊക്കെ എന്താണ്, മുൻഗാമിയാണ്. നമ്മൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയത്തിലേക്ക് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഭരണഘടനാ നിർമ്മാണ സമിതി എത്തിച്ചേരപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്, മൗലിക അവകാശങ്ങൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു പറയ. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 15 മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് സുപ്രീം കോടതി. ആ സംരക്ഷിക്കാനുള്ള ഉപകരണം റിട്ടുകളാണ്. എങ്ങനെയാണ് ഒരു മൗലികാവകാശം ഒരു വ്യക്തിക്ക് ലംഘിക്കപ്പെട്ടാൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം, കോടതിയെ സമീപിക്കാം. എന്നാൽ മൗലിക കടമകൾ ഇതാക്കിയാലോ, അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ പാലിച്ചില്ല എന്നോ പറഞ്ഞിട്ടൊന്നും ഒരിക്കലും നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇത് ജസ്റ്റിക്കബിൾ ആണ് അല്ലേ, കോടതിയെ സമീപിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശമാണ്. 1215 ജോൺ രാജാവ് ഒപ്പുവെച്ച മാഗ്ന കാർട്ടയും അമേരിക്കൻ അവകാശ പത്രികയും US ബിൽ ഓഫ് റൈറ്റ്സും പിന്നെ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം 1709 മനുഷ്യ അവകാശങ്ങൾ അല്ലെ, ഹ്യൂമൻ റൈറ്റ്സ് 1948 UN മനുഷ്യാവകാശ പ്രഖ്യാപനവും, അതേപോലെ 1928 മോത്തിലാൽ നെഹ്റു റിപ്പോർട്ടും, 1931 സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച
സമ്മേളനത്തിൽ ഏതാ പ്രമേയം? മനുഷ്യാവകാശം അല്ലെ, മൗലികാവകാശ പ്രമേയം അവതരിപ്പിച്ചതും ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? മൗലികാവകാശങ്ങളുടെ മുൻഗാമി എന്ന്. ഓക്കെ, നമ്മള് ഇന്ത്യൻ ഭരണഘടനയില് ആർട്ടിക്കിൾ ഏതാന്നാ പറഞ്ഞത്? 12 മുതൽ 35 വരെ എന്ന് പറഞ്ഞു. ഇതിൽ 12 എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിന്റെ നിർവചനത്തെ കുറിച്ചിട്ടാണ്. എന്താണ്? സ്റ്റേറ്റിന്റെ നിർവചനത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. 13 പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചിട്ടാണ്. എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. അതായത് ഈ ജുഡീഷ്യൽ റിവ്യൂ പറഞ്ഞാൽ എന്താ? നീതിന്യായ പുനഃപരിശോധന. ജുഡീഷ്യൽ റിവ്യൂ നീതിന്യായ പുനഃപരിശോധന. അതായത് ഈ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ട് വേറൊരു നിയമം വന്നാലുണ്ടല്ലോ, അതിനെ അസാധുവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? കോടതിക്ക് അധികാരമുണ്ട്. ഈ മൗലിക അവകാശത്തിന് ശ്രദ്ധിക്കണേ, മൗലിക അവകാശത്തിന് വിരുദ്ധമായിട്ട് ഒരു നിയമം നിലവിൽ വന്നാൽ ആ നിയമത്തിനെ കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇല്ലാതാക്കാൻ പറ്റും. അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഈ ആശയം ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. എങ്കിൽ നമുക്ക് ഇപ്പൊ 12 പഠിച്ചു, 13 പഠിച്ചു. നമുക്കിനി 14 മുതൽ 18 വരെ, 12 മുതൽ 35 വരെ നോക്കണം കേട്ടോ. എന്തായാലും വരും ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. 14 മുതൽ 18 വരെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. ഇതിൽ 14 എന്താണ് പറയുന്നത്? പഠിച്ചവരൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക. വരട്ടെ, പോയിന്റ് വരട്ടെ. എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ് അല്ലെ? സമത്വത്തിനുള്ള അവകാശം. സമത്വം ഞാൻ ഇവിടെ ഷോർട്ടാക്കിയിട്ട് കൊടുക്കുകയാണ്. സമത്വത്തിനുള്ള അവകാശം. എന്താ സമത്വം പറയുമ്പോ? ഇന്ത്യക്കകത്ത് അല്ലെ, ഏതൊരു വ്യക്തിക്ക് നിയമത്തിന് മുന്നിൽ സമത്വം കൊടുക്കണം, നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണവും കൊടുക്കണം. നിയമത്തിന് മുന്നിൽ എന്ത് കൊടുക്കണം? സമത്വം അല്ലെ? നിയമത്തിന് മുമ്പിൽ സമത്വം, അതുപോലെ നിയമത്തിന് മുമ്പിൽ തുല്യ സംരക്ഷണം. ഓക്കെ, ഈ 2 പോയിന്റ് ശ്രദ്ധിക്കണേ. നിയമത്തിന് മുമ്പിൽ സമത്വവും നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണവും കൊടുക്കണം. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഈ തുല്യ സംരക്ഷണം എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്. മനസ്സിലായോ? ഇത് ഒരു നെഗറ്റീവ് ആശയമാണ്, ഇതൊരു പോസിറ്റീവ് ആശയമാണ്. അത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കാം. ഇനി ആർട്ടിക്കിൾ 15 നോക്കണ്ടേ? എന്താടാ 15? എന്താണ്? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. ആ വാക്കിൽ നിന്ന് തന്നെ എടുക്കണം, വിവേചനം അല്ലെ? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. എന്താ വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുന്നത്? മതം, വംശം, ജാതി അല്ലെ, ലിംഗം, അതുപോലെ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തില് വിവേചനം നടത്താൻ ആര് പാടില്ല? സ്റ്റേറ്റ് നടത്താൻ പാടില്ല. ജാതിയുടെ പേരിൽ പാടില്ല. ഇപ്പോഴും ഉണ്ട് ഇല്ലേ ഇങ്ങനെ സമ്പ്രദായങ്ങളൊക്കെ? ഇപ്പോഴും ഉണ്ട്. ജാതി, വംശം, അതുപോലെ ലിംഗം, അതുപോലെ ജന്മസ്ഥലം, ഇതിന്റെ അടിസ്ഥാനത്തിലൊന്നും എന്ത് പാടില്ല? വിവേചനം പാടില്ല. 15 മനസ്സിലായോ? ഇനി ഈ 15 തന്നെ എന്തുണ്ട്? 15 1 ഉണ്ട്, 15 2 ഉണ്ട്, 15 3, 15 4, 15 5, 15 6 ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങളെങ്കിലും ഇവിടെ നിന്ന് നോക്കുക കേട്ടോ. ഇനി ആർട്ടിക്കിൾ 16 നോക്കണം. എന്താണ് ആർട്ടിക്കിൾ 16? അവസര സമത്വം അല്ലെ? ഏതാണ്? അവസര സമത്വം. ആർട്ടിക്കിൾ 16 ഏതാണ്? അവസര സമത്വം. പൊതു നിയമനങ്ങളിൽ എല്ലാ പൗരന്മാർക്കും എന്ത് ചെയ്യണം? തുല്യ അവസരം ഉറപ്പാക്കണം. പൊതു നിയമനങ്ങളിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരം നൽകണം. ഇനി ആർട്ടിക്കിൾ 17 എന്താടാ? ആർട്ടിക്കിൾ 17 എന്താണ്? ഐത്താചരണം അല്ലെ? എന്താണ്? ഐത്താചരണം. എന്താ ഐത്താചരണം? എന്താണ്? ആർട്ടിക്കിൾ 16 നമുക്കറിയാം, മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോട് കൂടിയിട്ട് അല്ലെ? മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഏത്? 17 എന്ന് പറയുന്നത് അല്ലെ? അൺടച്ചബിലിറ്റി നിരോധനം അല്ലെ? അസ്പൃശ്യത. ഏതാണ്? അസ്പൃശ്യത, അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? 17 ആണ്. ഇനി എന്താണ് 18? എന്താണ് 18? സ്ഥാനപ്പേരുകള് നിർത്തലാക്കുക അല്ലെ? സ്ഥാനപ്പേര് നിർത്തലാക്കൽ.
സ്ഥാനപ്പേര് നിർത്തലാക്കൽ. എന്ത് സ്ഥാനപ്പേര് നിർത്തലാക്കൽ? അതിൽ നിന്ന് എടുക്കുക. ഇപ്പൊ ഒരു സൈനിക ബഹുമതി ഉണ്ടാവും അല്ലേ, മേജർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഉണ്ടാകും അല്ലേ. പിന്നെ അങ്ങനെയുള്ള ഒഴികെയുള്ള മറ്റു ബഹുമതികൾ പേരിനൊപ്പം ചേർക്കുന്നത് വിലക്കുന്നു. മനസ്സിലായോ? സൈനികമായിട്ടുള്ള കിട്ടിയിട്ടുള്ള സ്ഥാനപ്പേരും എങ്ങനെയാണ്? സൈനികം, അതുപോലെ വിദ്യാഭ്യാസം. സൈനികം അതുപോലെ തന്നെ വിദ്യാഭ്യാസം. സൈനികം, വിദ്യാഭ്യാസം 2 പോയിന്റ് ശ്രദ്ധിക്കണേ. ഇത് ഒഴികെ സൈനിക ബഹുമതിയും പേര് കൂടെ ചേർക്കാം, വിദ്യാഭ്യാസത്തിന്റെ ബഹുമതിയും കൂടെ ചേർക്കാം. മനസ്സിലായോ? ഇത് ഒഴികെ മറ്റു ബഹുമതികൾ പേരിനൊപ്പം ചേർക്കാൻ പാടില്ല. മനസ്സിലായോ? അതവിടെ ശ്രദ്ധിച്ചു. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് കടക്കാം. 19 to 22. 19 നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് അല്ലെ. 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 19 ആണ് അല്ലെ. 6 മൗലിക സ്വാതന്ത്ര്യം ഏതൊക്കെയാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ, ചോദ്യങ്ങൾ വരും. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യവും. അഭിപ്രായ പ്രകടനം, ആവിഷ്കാര സ്വാതന്ത്ര്യം. 2 ഏതാ വരുന്നത്? സമാധാനപരമായിട്ട് ഒത്തുചേരാൻ അല്ലെ. നിരായുധരായിട്ട് ആയുധങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായി സമാധാനപരമായിട്ട് ഒത്തുകൂടാനുള്ള ഒരു സ്വാതന്ത്ര്യം. അടുത്തത് എന്താണ്? സംഘടനകള് അതുപോലെ പ്രസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്യുക? രൂപവൽക്കരിക്കുക, അതിനുള്ള സ്വാതന്ത്ര്യം. അടുത്തത് 4ാമത്തെ ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. പിന്നെ ഏതാ വരുന്നത്? ഇന്ത്യയിൽ ഉടനീളമായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ. സ്വതന്ത്രമായി എന്ത് ചെയ്യണം? സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ എന്ത് ചെയ്യണം? സ്ഥിരമായി എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അടുത്തത് എന്താണ്? ഇഷ്ടമുള്ള തൊഴില്, അതുപോലെ തന്നെ വ്യവസായം, അതുപോലെ കച്ചവടം, ഇതൊക്കെ ചെയ്യാനുള്ള, ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം. ഇതാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പഠിക്കണം. 19 ആർട്ടിക്കിൾ പറയുന്നത്. അതിൽ 19 1 A ആണ് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. 19 1 B ആണ് സമാധാനപരമായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം. C സംഘടിക്കാനും പ്രസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഏതിൽ വരുന്നത്? D വരുന്നത്. പിന്നെ E ആണ് വരുന്നത്. ഏതാ? ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ ഈ കഴിഞ്ഞ F ഇല്ല കേട്ടോ, G ആണ്. ഏതാണ്? തൊഴില്, വ്യവസായം, കച്ചവടം, ഇത് എവിടെയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇത്രയും കാര്യങ്ങൾ 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ആർട്ടിക്കിൾ 20 എന്താ? ആർട്ടിക്കിൾ 20 19 കഴിഞ്ഞു. 20 കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം. അതായത് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകുമല്ലോ, അവർക്ക് എന്താണ്? ഏകപക്ഷീയമായിട്ടും അമിതവുമായ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും കുറ്റങ്ങളെ കൊണ്ടിട്ട് ആരോപിതരായിട്ടുള്ള പല വ്യക്തികൾ ഉണ്ടാവും അല്ലെ, അവർക്ക് എന്ത് ചെയ്യുക? സംരക്ഷണം നൽകുക. ഇനി 21 എന്താ? ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ജീവിക്കുന്നതിനും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 22 എന്താ? 21 തന്നെ 21A കൂടി പഠിക്കണം കേട്ടോ. 21A വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് 21A പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള
എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A-യിലാണ്. 21A-യിലാണ്. ഇനി ആർട്ടിക്കിൾ 22 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കലാണ് അല്ലെ? എന്താണ്? കരുതൽ തടങ്കലിനെ കുറിച്ചിട്ടാണ്. അറസ്റ്റിനും തടങ്കലിനും ട്ടോ. അറസ്റ്റ് അതുപോലെ തന്നെ കരുതൽ തടങ്കൽ ഇതിനെ കുറിച്ചിട്ടാണ് 22 പറയുന്നത് ട്ടോ. അടുത്തത് ആർട്ടിക്കിൾ 23 ചൂഷണത്തിനെതിരെയുള്ള അവകാശം. എന്താണ്? ചൂഷണത്തിന് എതിരെ ഉള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്. ഓക്കെ, അതായത് എന്താ പറയാ, ഈ അമിതമായ ജോലികള്, മനുഷ്യ കച്ചവടം ഒക്കെ ഇല്ലേ, അതൊക്കെ നിരോധിക്കുക, അതിനെ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുക, അങ്ങനെ ചൂഷണത്തിനെതിരെയുള്ളതാണ് ഇത് 23 എന്ന് പറയുന്നത്. 24 ഏതാ? ബാലവേല നിരോധനം. ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് കടക്കാം. ആർട്ടിക്കിൾ 25 to 28. 25 to 28 ഫുള്ളായിട്ടും പറയുന്നത് ഏതാണ്? 25 to 28 ഏതാണ്? മതേതരത്വമാണ് അല്ലെ? എന്താണ്? മതേതരത്വത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നത് കേട്ടോ. അവിടെ ശ്രദ്ധിക്കണം. അവിടെ അത്രേ പഠിക്കാനുള്ളൂ. 25 ഉം 28 വരെയും പഠിക്കുക. അതായത് മതബോധനത്തെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഓരോരോ വിദ്യാഭ്യാസ മേഖലയിൽ മതബോധനം എങ്ങനെയായിരിക്കണം, അതേപോലെ തന്നെ ഓരോരോ മേഖലകളിൽ കേട്ടോ. അപ്പൊ 25 to 28 മതേതരത്വമാണെന്ന് പഠിച്ചു വെക്കുക. ഇനി 29 ഉം 30 ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 29 ഉം 30 നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, ചോദ്യങ്ങൾ വരാറുണ്ട്. എന്താണ് 29-ല്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഒക്കെയാണോ? 29. എങ്കിൽ 30 എന്താ? 30 എന്താണ്? ഇതൊക്കെ ആർക്കാണെന്നറിയോ? ഈ 29ഉം 30ഉം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 20ഉം 29ഉം 30ഉം. 29ഉം 30ഉം അതിൽ 29-ല് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ കുറിച്ചിട്ടാണ് 29 പറയുന്നത്. ഇവർക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് കേട്ടോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതാണ് 30-ല് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം. 29ഉം 30ഉം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 29-ല് പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർക്ക്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്. ആർട്ടിക്കിൾ 30-ൽ എന്താണ്? ഇവർക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത് നമ്മൾ മൗലിക അവകാശം പറഞ്ഞപ്പോൾ 12 മുതൽ 35 വരെ നമ്മൾ പഠിച്ചു അല്ലെ? ആ 35-ൽ നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞത് ആരാണ്? സുപ്രീം കോടതിയാണ് എന്ന് പറഞ്ഞു. ആ സുപ്രീം കോടതിക്ക് സംരക്ഷിക്കാനുള്ള ഉപകരണമാണ് ഏത്? റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം ആർക്ക് മാത്രമാണ്? റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്ക് മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏത് കോടതികൾക്ക് മാത്രമേ ഉള്ളൂ? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരവും സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവുമാണ് ആർട്ടിക്കിൾ പുറപ്പെടുവിക്കുന്നത്. എങ്കിൽ ഹൈക്കോടതിക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള കൂടുതൽ അധികാരം. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള നമ്മൾക്ക് എപ്പോഴും എല്ലാ അധികാരവും സുപ്രീം കോടതി പഠിക്കുമ്പോൾ വേഗം സുപ്രീം കോടതിയിലേക്ക് പോകില്ലേ? അല്ല, ഏറ്റവും കൂടുതൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കാണ്. അതൊന്ന് പോയിന്റ് ശ്രദ്ധിക്കുക. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരവും. 5 തരം റിട്ടുകളാണ് ഉള്ളത്. 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർഷ്യോററി, 5 കോ വാറന്റോ. ഇങ്ങനെ 5 റിട്ടുകളാണ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറന്റോ. എന്താണ് ഹേബിയസ് കോർപ്പസ്? എന്താണ് ഹേബിയസ് കോർപ്പസ്?
എന്താണ്? ശരീരം ഹാജരാക്കുക എന്ന അർത്ഥത്തിൽ അല്ലെ? എന്താണ്? ശരീരം ഹാജരാക്കുക. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥത്തിലാണ് അല്ലെ? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥത്തിലാണ്. അതായത് എങ്ങനെയാ പറയാ? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണ്. അതായത് ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണ്. ആരെയും വിചാരണ കൂടാതെ എന്ത് ചെയ്യാൻ പാടില്ല? അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പൊ ഒരാൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ? പോലീസ് വരും, കേസാവും, FIR ആവും, കോടതിയിൽ വരും, അങ്ങനെയാവും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാത്രമേ അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിയമവിരുദ്ധമായിട്ട് ഒരിക്കലും അയാളെ ശിക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നതാണ്. അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്ന റിട്ട് ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏത് റിട്ടാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി അടുത്തത് മാൻഡമസ്. എന്താണ് മാൻഡമസ്? എന്താണ് അർത്ഥം? മാൻഡമസിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. നാം കൽപ്പിക്കുന്നു. ഇവിടെ എന്താ അർത്ഥം? ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്താ അർത്ഥം? നാം കൽപ്പിക്കുന്നു. എന്താണ്? നാം കൽപ്പിക്കുന്നു. എന്താ ഈ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാനുണ്ടാവുന്ന സാഹചര്യം എന്താണ്? അതായത് ഇപ്പോ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പദവി വഹിക്കുന്നുണ്ട്. ആ വ്യക്തി അതായത് ആ നിയമപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ അല്ലെ? അപ്പൊ ഒരു ഡ്യൂട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? ഇപ്പൊ നിങ്ങളിപ്പോ നാളെ ഒരു LD ക്ലർക്ക് ആകുകയാണ് അല്ലെ? ആ LD ക്ലർക്ക് ആകുന്ന സമയത്ത് അതിന്റെ പരിധിയിൽ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസ് നിങ്ങൾ ചെയ്യുന്നില്ല. ആ നിയമപരമായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കുന്നില്ല. അത് മറ്റൊരാളുടെ മൗലികാവകാശത്തെ ബാധിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ കർത്തവ്യങ്ങൾ മുഴുവൻ മറ്റൊരാൾ ചെയ്യാണ്. അപ്പൊ അയാൾക്ക് അവിടെ അവകാശം ഉണ്ടല്ലോ, അതിനില്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്. ആ മൗലികാവകാശത്തെ ബാധിക്കുക ചെയ്യുമ്പോഴാണ് ഈ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താണ്? പ്രൊഹിബിഷൻ. എന്താ പ്രൊഹിബിഷന്റെ അർത്ഥം? പ്രൊഹിബിഷന്റെ അർത്ഥം എന്താണ്? തടയുക എന്നാണ് അല്ലെ? എന്താണ്? തടയുക. ടു ഫോർബിഡ്. എന്താണ്? ടു ഫോർബിഡ് അല്ലെ? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക. അതായത് താഴ്ന്ന കോടതികളോട് എന്ത് ചെയ്യാണ്? അവരുടെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കേസുകൾ പരിഗണിക്കുന്നത് തടയാൻ പുറപ്പെടുവിക്കുന്നതാണ്. അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറയുകയാണ്, താഴെ കീഴ്ക്കോടതികളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കോടതികളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിലുള്ള കേസുകൾ ചെയ്യൂ. നിങ്ങൾ അതിന്റെ അപ്പുറമുള്ള കേസുകൾ വാദിക്കാൻ വരരുത്. കാരണം അതിനവിടെ ആരുണ്ട്? ഞങ്ങളുണ്ട് അല്ലേ? അതാണ് എന്ത്? പ്രൊഹിബിഷൻ. തടയുകയാണ് അല്ലെ? അതായത് ഉയർന്ന നീതിപീഠങ്ങളായ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തടയാണ് താഴ്ന്ന കോടതികളോട് അവരുടെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കേസുകൾ പരിഗണിക്കുന്നത് തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി സെർഷ്യോററി. എന്താ സെർഷ്യോററി? എന്താ അതിന്റെ അർത്ഥം? ടു ബി സർട്ടിഫൈഡ് ആണ് അല്ലെ? ടു ബി സർട്ടിഫൈഡ് ആണ്. എന്താണ്? സാക്ഷ്യപ്പെടുത്തുക. എന്താണ്? സാക്ഷ്യപ്പെടുത്തുക. എന്താ? ടു ബി സർട്ടിഫൈഡ്, അതായത് പൂർണ്ണ വിവരം നൽകുക, സാക്ഷ്യപ്പെടുത്തുക എന്നൊക്കെയാണ് സെർഷ്യോററിയുടെ അർത്ഥം. അതായത് ഇത് ഏത് സന്ദർഭത്തിലാണ് സെർഷ്യോററി പുറപ്പെടുവിക്കുന്നത്? നിയമം ലംഘിക്കുക, അധികാര പരിധി ലംഘിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ വിചാരണയ്ക്കായിട്ട് ഈ കേസ് എന്ത് ചെയ്യും? മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ടാണ്. അതായത് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് കേട്ടോ. കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് കേസുകൾ മാറ്റുന്നതാണ് ഏത്? അങ്ങനെ ചിന്തിക്കുക. സെർഷ്യോററി. നമ്മൾ മേലോട്ട് പോകുകയാണ് അല്ലെ? കീഴ്ത്തിൽ നിന്ന് മേലോട്ട്. ഇനി എന്താ കോ വാറന്റോ? എന്താ കോ വാറന്റോ അർത്ഥം? എന്ത് അധികാരം? എന്താണ് കോ വാറന്റോന്റെ അർത്ഥം? എന്താണ്? എന്ത് അധികാരം അല്ലെ? ഒരാള് യോഗ്യത ഇല്ലാതെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നത് ബോധ്യപ്പെട്ടാൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു LD ക്ലർക്കിന്റെ എക്സാം എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് പാസ്സാകണം. എന്നാൽ നിങ്ങൾ ആ ഡാറ്റയിൽ തെറ്റായ വിവരം കൊടുത്തിരിക്കുക. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, 10ാം ക്ലാസ് ഫെയിലാണ്, നിങ്ങൾക്ക് 7ാം ക്ലാസ് യോഗ്യതയുള്ളൂ. പക്ഷെ നിങ്ങൾ പ്രൊഫൈലിൽ 10ാം ക്ലാസ്സിന്റെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എന്നിട്ട് എക്സാം എഴുതി LD ക്ലർക്കായിട്ട് ജോലിക്ക് കയറിയാൽ സമ്മതിക്കോ? ഇല്ല. അപ്പോൾ ഒരാളെ യോഗ്യത ഇല്ലാതെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നത് ബോധ്യപ്പെട്ടാൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത് കോ വാറന്റോ. എന്ത് അധികാരം? ഇനി കുറിച്ച് നമുക്ക്
സുപ്രീം കോടതി കേസുകൾ ഏതൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ കേസുകളൊന്ന് നമുക്ക് നോക്കാം. അതില് AKG കേസ് വരുന്നുണ്ട്. AKG കേസ് 1950 വരുന്നത്. ആ AKG കേസിൽ എന്താ വരുന്നത്? മൗലിക അവകാശങ്ങളെ വളരെ ഇടുങ്ങിയ രീതിയിൽ കോടതി കണ്ടു എന്ന് പറയട്ടെ. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്ത് ചെയ്തു? വളരെ ഇടുങ്ങിയ രീതിയിൽ കോടതി കണ്ടു എന്നുമായി ബന്ധപ്പെട്ടിട്ട കേസാണ് ഏത്? AKG കേസ് പറയുന്നത്. അടുത്തത് ഗോലക്നാഥ് കേസ്. പ്രീവിയസ് ചോദ്യമാണ്. എന്താ ഗോലക്നാഥ് കേസിൽ വരുന്നത്? ഗോലക്നാഥ് കേസിന്റെ വർഷം 1967 എന്താ പറയുന്നത്? മൗലിക അവകാശങ്ങൾ ലംഘിക്കാനോ പരിമിതപ്പെടുത്താനോ പാർലമെന്റിന് അധികാരം ഇല്ല. മൗലിക അവകാശം ലംഘിക്കാനോ പരിമിതപ്പെടുത്താനോ ആർക്ക് അധികാരമില്ല? പാർലമെന്റിന് അധികാരം ഇല്ല. അതാണ് ഗോലക്നാഥ് കേസ്. അടുത്തത് കേശവാനന്ദ ഭാരതി കേസ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം കേശവാനന്ദ ഭാരതി കേസ്. എന്താ കേശവാനന്ദ ഭാരതി കേസ് വരുന്നത്? ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ, അല്ലെ, ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട്. ഓക്കെ, പാർലമെന്റിന് ഭരണഘടനയുടെ ഏതു ഭാഗവും എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാം. പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റാൻ അധികാരമില്ല. പാർലമെന്റിന് ഏതു ഭാഗവും എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാം. ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാം. പക്ഷേ അതിന്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ ആർക്ക് അധികാരമില്ല? പാർലമെന്റിന് അധികാരമില്ല. അടുത്തത് മേനകാ ഗാന്ധി കേസ് വരുന്നുണ്ട്. മേനകാ ഗാന്ധി കേസ് 1978 എന്താ പറയുന്നത്? നമ്മുടെ ആർട്ടിക്കിൾ 14. എന്താ ആർട്ടിക്കിൾ 14 നമ്മൾ പഠിച്ചത്? നിയമത്തിന് മുമ്പിൽ സമത്വം. 19 എന്താ? 6 മൗലിക സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 21 എന്താ? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഈ 14, 19, 21 സുവർണ ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് 14, 19, 21 പറഞ്ഞ കേസാണ് ഇത് മേനകാ ഗാന്ധി കേസ്. അടുത്തത് മിനർവ മിൽസ് ആണ്. മിനർവ മിൽസിന്റെ കേസ് വരുന്നത് 1980 1980 അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും മൗലിക അവകാശവും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? മിനർവ മിൽസ് കേസ് പറഞ്ഞിരുന്നത്. ഓക്കെ, മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ, അതായത് ഹാർമണി ആൻഡ് ബാലൻസ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണെന്ന് കോടതി വിധിച്ച കേസാണ് ഏത്? മിനർവ മിൽസ്. അടുത്തത് ശ്രേയ സിംഘാൾ കേസ്. ഇതൊന്ന് പഠിക്കണേ കേട്ടോ. ഈ ശ്രേയ സിംഘാൾ കേസ് 2015 വരുന്നത്. നമ്മുടെ IT ആക്ടില് 66A IT ആക്ട് 66A ഭരണഘടനാ വിരുദ്ധമാണെന്ന് വാദിച്ചു. അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോ ഇന്റർനെറ്റിന്റെ ഉപയോഗം അതൊരു മൗലിക അവകാശമാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ആ ഇന്റർനെറ്റിന്റെ ഉപയോഗം ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് എന്ന് എന്ത് ചെയ്തത്? ഏത് കേസിലൂടെ വന്നത്? ശ്രേയ സിംഘാൾ കേസിലാണ് 2015 കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ കേസുകൾ പഠിച്ചു? AKG കേസ് പറഞ്ഞു, ഗോലക്നാഥ് പറഞ്ഞു, കേശവാനന്ദ ഭാരതി, മേനകാ ഗാന്ധി, മിനർവ മിൽസ്, ശ്രേയ സിംഘാൾ കേസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇത് ഈ 2 ആർട്ടിക്കിൾ ഒന്ന് പഠിച്ചു വെക്കണേ. ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 359 എന്ന് റിപ്പീറ്റേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എന്താ ആർട്ടിക്കിൾ 358 പറയുന്നത്? നമ്മുടെ ആർട്ടിക്കിൾ 19 പറയുന്നില്ലേ? ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നില്ലേ? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ സ്വയമേവ റദ്ദാകുന്ന ഒരു സമയം ഉണ്ട്. അത് എപ്പോഴാണ്? ആർട്ടിക്കിൾ 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ സ്വയമേവ റദ്ദാകും. അത് ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആ ഭരണഘടനയിൽ നിന്നും സ്വയമേവ റദ്ദാകുന്നത്? എപ്പോഴൊക്കെയാണ്? ഒന്നുമില്ലെങ്കിൽ യുദ്ധം നടക്കണം അല്ലെ. എന്താണ്? ഇന്ത്യയിൽ യുദ്ധം നടക്കണം, അല്ലെങ്കിൽ വിദേശ ആക്രമണം നടക്കണം. യുദ്ധം, വിദേശ ആക്രമണം. വിദേശ ആക്രമണം കാരണം രാജ്യത്ത് എന്ത് ചെയ്യും? യുദ്ധവും വിദേശ ആക്രമണവും ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രഖ്യാപിക്കും? എമർജൻസി പ്രഖ്യാപിക്കും അല്ലെ. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും സ്വയമേവ റദ്ദാകും. പക്ഷെ അടിയന്തരാവസ്ഥ നിന്നു, അത് യുദ്ധം നിന്നു, അല്ലെങ്കിൽ വിദേശാക്രമണം നിന്നു, അടിയന്തരാവസ്ഥ പിൻവലിച്ചാൽ ആർട്ടിക്കിൾ 19 പൂർവാധികം ആ പഴയ അധികാരത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും? നിലവിൽ വരികയും ചെയ്യും. അത് അവിടെ ഒന്ന് മനസ്സിലാക്കണം. എപ്പോഴാണ് റദ്ദാകുന്നത് ചോദിച്ചാൽ ഒന്നുമില്ലെങ്കിൽ യുദ്ധം നടക്കണം, അല്ലെങ്കിൽ വിദേശ ആക്രമണം നടക്കുന്ന സമയത്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഒന്നുമില്ലെങ്കിൽ യുദ്ധം നടക്കണം, അല്ലെങ്കിൽ വിദേശ ആക്രമണം.
പക്ഷെ ഇതിലൊന്ന് നോട്ട് ചെയ്യാനുള്ളത്, ആഭ്യന്തര കലാപമാണ് നടക്കുന്നത് എങ്കിൽ ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യില്ല, റദ്ദാകില്ല. ആഭ്യന്തര കലാപമാണെങ്കിൽ കേട്ടോ, ആഭ്യന്തര കലാപം മൂലമുള്ളതാണെങ്കിൽ അടിയന്തരാവസ്ഥയിൽ ഇത് ബാധകമാകില്ല, ശ്രദ്ധിക്കണം. ഇനി ആർട്ടിക്കിൾ 359. എന്താ ആർട്ടിക്കിൾ, എന്താ ഈ രണ്ട് ആർട്ടിക്കിൾ ചോദിക്കാൻ കാരണം, എടുത്തു പറയാൻ കാരണം PSC മുൻപ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് കേട്ടോ. എന്താണ് ആർട്ടിക്കിൾ 359? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശം രാഷ്ട്രപതിക്ക് താൽക്കാലികമായി റദ്ദാക്കാൻ ആർട്ടിക്കിൾ അധികാരം നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ ആർക്കാണ് അധികാരം നൽകുന്നത്? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നുണ്ട്. ഏത് സമയത്ത്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശം രാഷ്ട്രപതിക്ക് താൽക്കാലികമായി റദ്ദാക്കാൻ ഈ ആർട്ടിക്കിൾ അധികാരം നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 359. ഓക്കെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി. നമുക്ക് എന്ത് ചെയ്യാം, ബയോളജിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ചെറുകുടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ചെറുകുടലുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളാണ്, ശ്രദ്ധിച്ചു പഠിക്കുക. ദഹനം പൂർണ്ണമാകുന്നത് എവിടെയാണ്? നമ്മൾ ഭക്ഷണാഹാരം കഴിച്ചു കഴിഞ്ഞാൽ ദഹനം പൂർണ്ണമാകുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ് കേട്ടോ. ദഹനം പൂർണ്ണമാകുന്നത് ചെറുകുടൽ. അതിന് മറ്റൊരു പേരെന്താ? പക്വാശയം എന്ന് പറയും. എന്താണ്? പക്വാശയം. ഓക്കെ. അന്നപദത്തിലെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ്. അന്നപദത്തിലെ ഏറ്റവും നീളം കൂടിയ ഭാഗം ശ്രദ്ധിക്കണം. അന്നപദത്തിലെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഏതെന്ന് ചോദിച്ചാലും ചെറുകുടലാണ്. ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് ഏത്? പക്വാശയം എന്ന് പറയുന്നത് കേട്ടോ. ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം എന്ന് പറയുന്നത്. അതുപോലെ ദഹിച്ച ആഹാര പദാർത്ഥം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലാണ്. അതുപോലെ തന്നെ ഈ ആഗിരണത്തിന് സഹായിക്കുന്ന ചെറുകുടലിലെ ഒരു ഭാഗമാണ്. ഈ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആഗിരണം ചെയ്യപ്പെടുന്നതിന് ചെറുകുടലിൽ സഹായിക്കുന്നത് ഏതാണ്? വില്ലസുകളാണ് കേട്ടോ. ആഗിരണത്തിന് സഹായിക്കുന്ന ചെറുകുടലിന്റെ ഭാഗമാണ് വില്ലസുകൾ. അതുപോലെ തന്നെ ജലത്തിന്റെ ആഗിരണം കൂടുതലായിട്ട് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ജലത്തിന്റെ ആഗിരണം കൂടുതലായിട്ട് നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. അതുപോലെ വൈറ്റമിൻ കെ, അതുപോലെ വൈറ്റമിൻ ബി, ഈ കോംപ്ലക്സിന്റെ നിർമ്മാണമൊക്കെ നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. വിറ്റമിൻ കെയുടെയും വിറ്റമിൻ ബി കോംപ്ലക്സിന്റെയും നിർമ്മാണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. എന്നാൽ വൈറ്റമിൻ എ സംഭരിക്കുന്നത് എവിടെ വെച്ചിട്ടാ? വൈറ്റമിൻ എ സംഭരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിലാണ് അല്ലേ? അത് കരളിൽ വെച്ചിട്ടാണ്. പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കണേ. അപ്പൊ നമ്മൾ ചെറുകുടലിനെ കുറിച്ച് പഠിച്ചത്, നമ്മുടെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. അന്നപദത്തിലെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ഇത്. ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ചെറുകുടൽ. ചെറുകുടലിന്റെ ആദ്യ ഭാഗം പക്വാശയമാണ്. ദഹിച്ച ആഹാര പദാർത്ഥം, ഇത് ചോദ്യമാണ്, ഇത് പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. ഇത് പ്രീവിയസ് ആണ്, ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. ദഹിച്ച ആഹാര പദാർത്ഥം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലാണ്. ആ ചെറുകുടലിന് സഹായിക്കുന്ന ചെറുകുടലിലെ ഏതാണ്? ആഗിരണത്തിന് സഹായിക്കുന്ന ചെറുകുടലിലെ ഭാഗം വില്ലസുകളാണ്. ജലത്തിന്റെ ആഗിരണം കൂടുതലായിട്ട് നടക്കുന്നത് ചെറുകുടലിലാണ്. വൈറ്റമിൻ കെയും വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ നിർമ്മാണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. അടുത്തത് നമ്മൾ പല്ലിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ പല്ലിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓഡന്റോളജി. എന്താണ് പല്ലിനെ കുറിച്ചിട്ടുള്ള പഠനം? ഓഡന്റോളജി. എത്ര പല്ല? പാൽപ്പല്ല്. മനുഷ്യനിൽ എത്ര പാൽപ്പല്ല? 20 അല്ലെ? 32 എന്താ? സ്ഥിരദന്തം. ഇതൊക്കെ പ്രീവിയസ് ആണ്. സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത് 32 ആണ്. 4 തരം പല്ലുണ്ട് അല്ലെ ഒരു മനുഷ്യനിൽ. എന്താണ്? 4 തരം പല്ലുണ്ട്. 1 ഉളിപ്പല്ല്, 2 കോമ്പല്ല്, 3 അഗ്രചർവണകം, 4 ചർവണകം. ഇങ്ങനെ 4 തരം പല്ലാണ് നമ്മുടെ വായിലുള്ളത് അല്ലെ. ഉളിപ്പല്ലുണ്ട്, കോമ്പല്ലുണ്ട്, അഗ്രചർവണകമുണ്ട്, ചർവണകമുണ്ട്. എങ്കിൽ ഉളിപ്പല്ല് എത്ര എണ്ണം? ഉളിപ്പല്ലിന്റെ എണ്ണം, ഉളിപ്പല്ല് എത്ര എണ്ണമാണ്? എത്രണ്ണാണ്? 8 അല്ലെ. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 എണ്ണമാണ്. എന്തിനാ ഈ ഉളിപ്പല്ല് സഹായിക്കുന്നത്? കടിച്ചു മുറിക്കാനാണ്. എന്തിനാണ്? കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല്. ഇനി കോമ്പല്ല്. എത്രയാ കോമ്പല്ല്? 4. എന്തിനാ കോമ്പല്ല്? കടിച്ച് കീറാനാണ് കോമ്പല്ല് ഉപയോഗിക്കുന്നത്. അഗ്രചർവണകം എത്രയാണ്? അഗ്രചർവണകം 8 എണ്ണം അല്ലെ. അഗ്രചർവണകം 8 എണ്ണം. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരിക്കാനാണ് അഗ്രചർവണകം. എങ്കിൽ ചർവണകം എത്ര പല്ല? ചർവണകം 12 എണ്ണമാണ്. ചർവണകം എന്താണ്? 12 എണ്ണമാണ് കേട്ടോ. അവിടെ ശ്രദ്ധിക്കണം.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കിയല്ലോ. അപ്പൊ എന്താ പല്ലിനെ കുറിച്ചിട്ടുള്ള പഠനം? ഓഡന്റോളജി. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32, പാൽപ്പല്ലുകളുടെ എണ്ണം 20. 4 തരം പല്ലുണ്ട്: ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല് 8, കോമ്പല്ല് 4, അഗ്രചർവണകം 8. അഗ്രചർവണകവും ഉളിപ്പല്ലും ഒപ്പം 8. ഉളിപ്പല്ലും അഗ്രചർവണകവും 8. കോമ്പല്ല് 4, ചർവണകം 12. ഇതിൽ ഉളിപ്പല്ലിന്റെ ധർമ്മം എന്താ? കടിച്ചു മുറിക്കാനാണ്. കോമ്പല്ല് കടിച്ച് കീറാൻ. ഓക്കെ. അഗ്രചർവണകം ചവച്ചരയ്ക്കാൻ. ചർവണകം 12 ആണ് കേട്ടോ. ഇനി എന്താ ഡെന്റൈൻ? ഈ പല്ലിലെ ഡെന്റൈൻ പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. പല്ലിലെ നിർജീവമായ കല ഏതാ? പല്ലിലെ നിർജീവമായ കല ഇനാമലാണ്. വെള്ള നിറത്തിൽ, നമ്മുടെ മോണയിൽ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഉപരിതല പാളി, നമ്മുടെ മോണയില് ഉപരിതലത്തില് വെള്ള നിറത്തിൽ കാണപ്പെടുന്ന പല്ലിന്റെ ഉപരിതല പാളിയാണ് ഏതാണ്? ഇനാമൽ എന്ന് പറയുന്നത് കേട്ടോ. ശരീരത്തിലെ കാഠിന്യമേറിയ പദാർത്ഥം ഇനാമലാണ്. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന പദാർത്ഥം സിമെന്റമാണ്. ഏതാണ്? സിമെന്റം. പഠിച്ചു വെക്കുക, ഇതെല്ലാം പ്രീവിയസ് ആണ്. ഡെന്റൈൻ എന്ന് പറഞ്ഞാൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. പല്ലിലെ നിർജീവമായ കല, പല്ലിലെ ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, നിർജീവമായ കലയാണ് ഇനാമൽ. പല്ലില് വെള്ള നിറത്തിൽ, നമ്മുടെ മോണയില് വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഉപരിതല പാളിയാണ് ഇനാമൽ. ശരീരത്തിലെ കാഠിന്യമേറിയ പദാർത്ഥമാണ് ഇനാമൽ. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിമെന്റം. ഇനി നമ്മുടെ വായില് ഉമിനീർ ഗ്രന്ഥി ഉണ്ട് അല്ലെ? ആ ഉമിനീർ ഗ്രന്ഥിയില് 3 ജോഡി ഉമിനീർ ഗ്രന്ഥിയാണ് നമ്മുടെ വായിലുള്ളത്. അതില് 1 പരോട്ടിഡ് ഗ്രന്ഥിയും, 2 സാബ്മാൻഡിബുലർ ഗ്രന്ഥിയും, 3 സബ് ലിംഗ്വൽ ഗ്രന്ഥിയും. ഇങ്ങനെ 3 ഉമിനീർ ഗ്രന്ഥി, 3 ജോഡി കേട്ടോ, 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. അതിൽ ഒന്ന് ഏതാണ്? പരോട്ടിഡ്. 1 പരോട്ടിഡ്, 2 സബ് മാൻഡിബുലാർ ഗ്രന്ഥി, 2 സബ് മാൻഡിബുലാർ ഗ്രന്ഥി, 3 സബ് ലിംഗ്വൽ ഗ്രന്ഥി. ഇനി ഉമിനീരില് എൻസൈമുകൾ ഉണ്ട്. സലൈവറി അമിലേസും അതുപോലെ ലൈസോസൈം. ഏതൊക്കെയാണ് ഉമിനീരിലെ എൻസൈമുകൾ? പ്രീവിയസ് മക്കളെ പഠിച്ചോ. ഉമിനീരിലെ എൻസൈമുകൾ ഏതൊക്കെയാണ്? സലൈവറി അമിലേസും ലൈസോസൈമും. ഈ സലൈവറി അമിലേസ് എന്താ ചെയ്യുക? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. നമ്മളിപ്പോ ഒരു ചോറ് കഴിക്കാന്ന് വെച്ചാൽ, ചോറിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അന്നജം അടങ്ങിയിട്ടുണ്ട് അല്ലെ? അതിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തെ കഴിക്കുമ്പോൾ, നമ്മൾ ചോറ് ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ ലാസ്റ്റ് എന്താകും? അതിനൊരു മധുരം ഫീൽ ചെയ്യുന്നുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അതെന്താണ്? അന്നജമാണ് അല്ലെ? ആ അന്നജത്തെ മാൾട്ടോസ് എന്ന പഞ്ചസാരയിലേക്ക് അല്ലെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് എന്താണ്? സലൈവറി, നമ്മുടെ വായിലുള്ള നാവിലുള്ള ആ എന്താണ്? ശ്ലേഷ്മമാണ് അല്ലെ? സലൈവറി അമിലേസ് എന്താ? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഇനി എന്താ? ലൈസോസൈം. നമ്മുടെ ഉമിനീരില് ലൈസോസൈം ഉണ്ട്. നമ്മുടെ ആഹാരത്തിൽ എന്തെങ്കിലും സൂക്ഷ്മ ജീവികൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ അല്ലെ? ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ജീവികളെ നശിപ്പിക്കുന്നതാണ് ലൈസോസൈം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഉമിനീരിലെ എൻസൈം എന്ന് പറയുന്നത് സലൈവറി അമിലേസും ലൈസോസൈമാണ്. സലൈവറി അമിലേസിന്റെ ധർമ്മം അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ലൈസോസൈം എന്താ? ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ജീവികളെ നശിപ്പിക്കുന്നു. ഇനി നമ്മുടെ ആമാശയരസത്തില്, നമ്മുടെ വയറിൽ അല്ലെ, ആമാശയരസത്തിലെ എൻസൈമുകൾ ഉണ്ട്. നമ്മുടെ ആമാശയരസത്തിൽ ഒരു ആസിഡ് ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേഗം തോറും നമ്മൾക്ക് ഇങ്ങനെ അല്ലെ എന്താണ്? വായിലൂടെ വെള്ളം വരും അല്ലെ? അതിനൊരു ആസിഡിന്റെ ഒരു ഫീൽ ചെയ്യും. ഏത് ആസിഡ് അത്? നമ്മുടെ വയറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇതാണ് HCl ആണ് അല്ലെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചിരിക്കണം. ഇനി നമ്മുടെ ആമാശയത്തിലെ എൻസൈമുകൾ ഏതൊക്കെയാ? നമ്മളിപ്പോ ഉമിനീരിലെ എൻസൈം പഠിച്ചു. ഇനി ആമാശയരസത്തിലെ എൻസൈം ഏതാ? പെപ്സിനും ലിപ്പേസുമാണ്. ഏതാണ്? പെപ്സിനും ലിപ്പേസുമാണ് ആമാശയരസത്തിലെ എൻസൈം. ആമാശയരസത്തിലെ എൻസൈം പെപ്സിൻ ആൻഡ് ലിപ്പേസ് ആണ്. പെപ്സിൻ എന്താ ചെയ്യുക? പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കും. ലിപ്പേസ് കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കും. പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കും. ലിപ്പേസ് കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കും. നമ്മുടെ ആമാശയത്തിൽ ഒളിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അടുത്തത് ആഗ്നേയരസത്തിലെ എൻസൈമുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഉമിനീരില് ഗ്രന്ഥിയിലെ പഠിച്ചു, ആമാശയരസത്തിലെ എൻസൈം പഠിച്ചു. ഇനി ആഗ്നേയരസത്തിലെ എൻസൈമുകൾ ഏതൊക്കെയാ? പാൻക്രിയാറ്റിക് അമിലേസും ട്രിപ്സിനും ലിപ്പേസുമാണ്. പാൻക്രിയാറ്റിക് അമിലേസും ട്രിപ്സിനും
ലിപ്പേസുമാണ്. ആ പാൻക്രിയാറ്റിക് അമിലേസിന്റെ ഡ്യൂട്ടീസ് എന്താ? അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. നമ്മൾ അവിടെ പറഞ്ഞത് അന്നജത്തെ മാൾട്ടോസ് ആക്കാണ്, പക്ഷെ ഇവിടെ അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് അമിലേസ്. ഇനി ട്രിപ്സിനോ? പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. അപ്പൊ ഓരോരോ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഓരോരോ എൻസൈമിന്റെയും ധർമ്മം വ്യത്യസ്തമാണ്. പഠിച്ചു വെക്കണം കേട്ടോ. ഇവിടെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുമ്പോൾ ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കും. എന്നാൽ ലിപ്പേസ് കൊഴുപ്പിനെ എന്ത് ചെയ്യും? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റും. ഓക്കെ, നമ്മൾ അങ്ങനെ ബയോളജിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് അഫെയറിലേക്ക് കടക്കാം. കറണ്ട് അഫെയറിൽ 2025 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന കേരള പുരസ്കാരമാണ്. അതിൽ കേരള ജ്യോതി പുരസ്കാരമുണ്ട്, കേരള പ്രഭ പുരസ്കാരമുണ്ട്, കേരള ശ്രീ പുരസ്കാരമുണ്ട് അല്ലെ. ഏതൊക്കെയാണ് കേരള പുരസ്കാരത്തിൽ വരുന്നത്? ഒന്ന് കേരള ജ്യോതി, രണ്ട് കേരള പ്രഭ, പിന്നെ കേരള ശ്രീ. അപ്പൊ എന്തൊക്കെയാണ് പഠിച്ചു നോക്കാം. ആർക്കാണ് കേരള ജ്യോതി പുരസ്കാരം 2025 ലഭിച്ചത്? കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MR രാഘവ വാര്യർക്കാണ്. കേരള ജ്യോതി MR രാഘവ വാര്യർക്കാണ്. കേരള പ്രഭ പുരസ്കാരം PB അനീഷിനാണ്. PB അനീഷ് കാർഷികമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. കേരള പ്രഭ പുരസ്കാരത്തിന് PB അനീഷിനെ അർഹനാക്കിയത് ഏത് വിഭാഗത്തിൽ എന്നാണ് ചോദിച്ചാൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വരും. അപ്പൊ കാർഷികമാണ്. അതുപോലെ രാജശ്രീ വാര്യർ കലയാണ് കേട്ടോ. രാജശ്രീ വാര്യർ കലയാണ്. അപ്പൊ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MR രാഘവ വാര്യർക്കാണ്. കേരള പ്രഭ പുരസ്കാരം PB അനീഷിനും രാജശ്രീ വാര്യർക്കും കിട്ടി. PB അനീഷിന് കാർഷിക വിഭാഗത്തിലും രാജശ്രീ വാര്യർ കലാവിഭാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി കേരള ശ്രീ പുരസ്കാരം അഭിലാഷ് ടോമി, ശശികുമാർ, പിന്നെ ഷഹൽ ഹസൻ മുസലിയാർ, വിമൽ ഗോവിന്ദൻ, ജിനുമോൾ മാരിയറ്റ് തോമസ് ഇവർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. അഭിലാഷ് ടോമി ഏതാണ് വിഭാഗം? കായികം. അഭിലാഷ് ടോമിയുടെ വിഭാഗം ഏതാണ്? കായികം. ശശികുമാർ ഏതാണ്? ശശികുമാർ മാധ്യമ പ്രവർത്തനമാണ്. ഷഹൽ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വിമൽ ഗോവിന്ദൻ അദ്ദേഹം സ്റ്റാർട്ടപ്പ് IT ഉണ്ടല്ലോ, സ്റ്റാർട്ടപ്പ് മിഷൻസ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജിലുമോൾ മാരിയറ്റ് തോമസ് കേട്ടോ, അത് പഠിച്ചു വെക്കണം. അപ്പോ അഭിലാഷ് ടോമി, ശശികുമാർ. ചിലപ്പോൾ ചോദ്യം വരാം താഴെ തന്നിട്ടുള്ളതിൽ കേരളശ്രീ പുരസ്കാരം 2025 ഉൾപ്പെടാത്ത വ്യക്തി ഏതെന്ന് ചോദിക്കുക. അപ്പൊ ഈ 5 പേരുകൾ പഠിക്കുക. അഭിലാഷ് ടോമി, ശശികുമാർ, ഷഹൽ ഹസൻ മുസലിയാർ, വിമൽ ഗോവിന്ദൻ, ജിലുമോൾ മാരിയറ്റ് തോമസ്. നെക്സ്റ്റ് വൺ പത്മവിഭൂഷൺ അല്ലെ. പത്മ പുരസ്കാരങ്ങൾ 2026 ഏറ്റവും 3 പത്മ പുരസ്കാരങ്ങൾ ഉണ്ട് അല്ലെ. പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, പത്മശ്രീ പുരസ്കാരം ഉണ്ട്. അതിൽ ഏറ്റവും മുൻഗണനയുള്ള പുരസ്കാരം, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പുരസ്കാരം പത്മവിഭൂഷൺ ആണ്. 2026 5 പത്മവിഭൂഷൺ പുരസ്കാരമാണ് കൊടുത്തിരിക്കുന്നത്. 5 പേർക്കാണ് കേട്ടോ. 5 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, 5 പേർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം. ചോദ്യം വരും 2026 പത്മവിഭൂഷൺ നേടിയവരുടെ എണ്ണം ചോദിച്ചാൽ 6 ആണ്. അതില് ഒന്ന് പഠിച്ചു വെക്കാം. ഒന്ന് N രാജം. ആരാണ്? N രാജം. വിഭാഗം കലാവിഭാഗമാണ്. ഏതാണ് കലയില്? ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ് ആണ്. ഏതാണ്? ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ് ആണ്. ഉത്തർപ്രദേശുകാരനാണ്. N രാജം കലാവിഭാഗം, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ്, അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ്. 2 ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, അദ്ദേഹത്തിന് മരണാനന്തരമാണ്. അദ്ദേഹവും കലാവിഭാഗം തന്നെയാണ്. മഹാരാഷ്ട്രക്കാരനാണ് ധർമ്മേന്ദ്ര സിംഗ്. മൂന്നാമത്തത് പഠിച്ചു വെക്കണം കേട്ടോ, BS അച്യുതാനന്ദനാണ്. BS അച്യുതാനന്ദനാണ് മൂന്നാമത് പത്മവിഭൂഷൺ, അതും മരണാനന്തര ബഹുമതിയാണ്. 4 ആരാണ്? KT തോമസ് ആണ് കേട്ടോ. KT തോമസ് ആണ്. അദ്ദേഹം എന്താണ്? KT തോമസ് മേഖല ഏതാണ്? പബ്ലിക് അഫയേഴ്സ് തന്നെയാണ് കേട്ടോ. KT തോമസും പബ്ലിക് അഫയേഴ്സ് ആണ്. പിന്നെ ആരാണ്? P നാരായണൻ, സാഹിത്യവും വിദ്യാഭ്യാസവും കേട്ടോ. സാഹിത്യം വിദ്യാഭ്യാസം കേട്ടോ. ഇത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? പഠിക്കുക. P നാരായണൻ സാഹിത്യം വിദ്യാഭ്യാസം, കേരളക്കാരനാണ്, ഇടുക്കി ജില്ലയാണ് കേട്ടോ. കേരളക്കാരനാണ്, ഇടുക്കി ജില്ല.
ഓക്കെ, ഇവിടെ ആരൊക്കെ പഠിച്ചത്? എൻ രാജം, കല, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ്, ഉത്തർപ്രദേശുകാരാണ്. 2 ധർമ്മേന്ദ്ര സിംഗ് ഡിയോള്, VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. അപ്പൊ ഇതില് എന്തായാലും ഈ എക്സാമിന് നിങ്ങൾക്ക് സാധ്യത കൂടുതൽ VS അച്യുതാനന്ദന്റെ ഡീറ്റെയിൽ എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. VS അച്യുതാനന്ദന് എന്താ VSന്റെ ഫുൾ ഫോം? എന്താണ്? നമ്മൾ എപ്പോഴും VS അച്യുതാനന്ദൻ പറയും. എന്താ VSന്റെ ഫുൾ ഫോം? വേലിക്കകത്ത് ശങ്കരൻ അച്യുതൻ അല്ലേ? ശങ്കരൻ അച്യുതാനന്ദൻ, വേലിക്കകത്ത് കേട്ടോ, വേലിക്കകത്ത് ശങ്കരൻ, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് VS അച്യുതാനന്ദന്റെ യഥാർത്ഥ നാമം. അദ്ദേഹം ആരായിരുന്നു? ഒരു പൊതുപ്രവർത്തകനാണ് അല്ലേ? പബ്ലിക് അഫയേഴ്സ് ആണ്. പബ്ലിക് അഫയേഴ്സ് എന്താ? പൊതുകാര്യങ്ങളാണ്. അത് ഏത് സംസ്ഥാനക്കാരനാ? കേരള സംസ്ഥാനക്കാരനാണ്. എപ്പോഴാണ് അന്തരിച്ചത്? പഠിച്ചു വെച്ചോളണം. VS അച്യുതാനന്ദൻ അന്തരിച്ചത് 2025 ജൂലൈ മാസം 11. എപ്പോഴാണ്? 2025 ജൂലൈ മാസം 11. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി, പഠിച്ചോളണം, ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ് ആര്? VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം അല്ലെ, പ്രായം കൂടിയ പ്രായത്തിൽ അല്ലെ, ഏറ്റവും കൂടിയ പ്രായത്തിൽ എന്നല്ല, ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആര്? നമ്മുടെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജ്ഭവന് പുറത്തു വെച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ്. രാജ്ഭവന് പുറത്തു വെച്ചിട്ട് കേട്ടോ, രാജ്ഭവന് പുറത്തു വെച്ചിട്ട് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ ആത്മകഥ പഠിക്കണം, എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. സമരം തന്നെ ജീവിതം. ഏതാണ്? സമരം തന്നെ ജീവിതം. ആരുടെ ആത്മകഥയാണ്? VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ്. പത്മവിഭൂഷൺ മരണാനന്തരമാണ് VS അച്യുതാനന്ദന് കിട്ടിയത്. വിഭൂഷൺ പുരസ്കാരമാണ്. VSന്റെ ഫുൾ ഫോം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ്. പബ്ലിക് അഫയേഴ്സ് ആണ് അദ്ദേഹം. കേരളമാണ്. 2025 ജൂലൈ 11 അദ്ദേഹം അന്തരിക്കുന്നത്. അന്തരിച്ചത് 2025 ജൂലൈ 11. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ്. ഏറ്റവും പ്രായം കൂടിയ CM ആയിരുന്നു. രാജ്ഭവന് പുറത്ത് വെച്ച് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. അടുത്തത് പത്മഭൂഷൺ പുരസ്കാരമാണ്. അത് 13 പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയത്. ആ പത്മഭൂഷൺ നേടിയതിൽ മലയാളികളായിട്ടുള്ള 2 ആളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. പത്മഭൂഷൺ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ് കേട്ടോ. അപ്പൊ അവിടെ പത്മവിഭൂഷൺ പഠിച്ചു കഴിഞ്ഞ് പത്മഭൂഷൺ പഠിക്കുമ്പോഴേക്കും ഈ അവാർഡ് അവർക്ക് കൊടുക്കരുത് കേട്ടോ. അവർക്ക് ഈ അവാർഡ് അവർക്ക് കൊടുക്കരുത്, ആ അവാർഡ് ഇവർക്കും കൊടുക്കരുത്. കാരണം നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ അവാർഡുകളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും കേട്ടോ. അത് നമ്മൾ ചെയ്യും. പത്മഭൂഷൺ 13 പേർക്ക് ലഭിച്ചു. ആ 13 പേരിൽ 2 മലയാളികൾക്കാണ്. 1 മമ്മൂട്ടിക്കും 2 വെള്ളാപ്പള്ളി നടേശനുമാണ് അല്ലെ. മമ്മൂട്ടിയുടെ മേഖല ഏതാ? കലാവിഭാഗമാണ് അല്ലെ, കലാവിഭാഗമാണ്. അതേപോലെ അദ്ദേഹത്തിന് 1998 പത്മശ്രീ പുരസ്കാരം ആർക്ക് കിട്ടിയിട്ടുണ്ട്? മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. 1989 അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 89 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമുണ്ട് ചമയങ്ങൾ കേട്ടോ. മമ്മൂട്ടിയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഏത്? ചമയങ്ങൾ. ഇനി വെള്ളാപ്പള്ളി നടേശനാണ് രണ്ടാമത് പത്മഭൂഷൺ കിട്ടിയ മലയാളി. രണ്ടാമത്തേത് വെള്ളാപ്പള്ളി നടേശൻ. ഏതാണ്? അതും പബ്ലിക് അഫയേഴ്സ് ആണ് അല്ലെ, പബ്ലിക് അഫയേഴ്സ് ആണ്, പൊതുകാര്യമാണ്. പിന്നെ SNDPയുടെ അല്ലെ ജനറൽ സെക്രട്ടറി ആണ്. SNDPയുടെ ജനറൽ സെക്രട്ടറി ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഏതാ? ഭാരത് ധർമ്മ ജനസേവന കേട്ടോ. വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഭാരത് ധർമ്മ ജനസേന. ഓക്കെ. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താ? എന്റെ ഇന്നലകൾ. എന്റെ ഇന്നലകൾ. വെള്ളാപ്പള്ളി നടേശന്റെ ആത്മകഥയാണ് എന്റെ ഇന്നലകൾ. അടുത്തത് പത്മശ്രീ പുരസ്കാരം 113. ഇത് പിന്നെ എളുപ്പമാണ്. പത്മഭൂഷൺ എത്ര പേർക്കാ? 13. പത്മശ്രീ പുരസ്കാരം അതിന്റെ കൂടെ ഒന്നും കൂടി ഇടാം, 113. അവിടെ നമ്മൾ പത്മവിഭൂഷൺ 5. ഇനി എത്ര പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച? 3 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 113 പേരില് ആകെ 3 മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതിൽ 1 മുത്തുനായകം,
2 വിമലാ മേനോൻ, 3 ദേവകി അമ്മ. മുത്തുനായകം, വിമലാ മേനോൻ, ദേവകി അമ്മ. മുത്തുനായകം സ്പേസ് റിസർച്ച് ആണ്. ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവാണ് കേട്ടോ. ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മുത്തുനായകത്തിനാണ് പത്മശ്രീ പുരസ്കാരം 1 നേടിയ മലയാളി. അടുത്തത് കലാമണ്ഡലം വിമലാ മേനോൻ. കലാമണ്ഡലം വിമലാ മേനോൻ മോഹിനിയാട്ട കലാകാരിയാണ്. ചോദ്യം വരും, ഉറപ്പാണ് കേട്ടോ, ഉറപ്പാണ്. നോക്കി വെച്ചോ, ക്വസ്റ്റ്യൻ വരും. വിമലാ മേനോൻ, പത്മശ്രീ പുരസ്കാരം നേടിയ വിമലാ മേനോൻ ഏത് ഏത് കലാവിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യം, ഒഡീസി, കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടൊക്കെ വരും. മോഹിനിയാട്ടമാണ്. അടുത്തത് ദേവകി അമ്മ. ദേവകി അമ്മ സാമൂഹിക പ്രവർത്തനമാണ് കേട്ടോ. ദേവകി അമ്മ സാമൂഹിക പ്രവർത്തനമാണ്. സാമൂഹിക പ്രവർത്തനം പരിസ്ഥിതി മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവനയുടെ പശ്ചാത്തലത്തിലാണ് അവർക്ക് ബഹുമതി ലഭിച്ചത് കേട്ടോ. പാരിസ്ഥിതിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് അവാർഡിന് അർഹനാക്കിയത്. ഓക്കെ. മലയാള ഭാഷാ ബില്ല് അവതരിപ്പിച്ചത് എപ്പോഴാ? മലയാള ഭാഷാ ബില്ല് പഠിക്കണം. മലയാള ഭാഷ 2005 ആണോ? ിലേക്ക് വന്നിട്ടുണ്ടോ മലയാള ഭാഷാ ബില്ല്? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. സോറി, 2025 കേട്ടോ. 2025 ഒക്ടോബർ 9 മലയാള ഭാഷാ ബില്ല് കേട്ടോ. 2025 ഒക്ടോബർ 9 എന്ത് ചെയ്തു? നിയമസഭ പാസാക്കി. ക്വസ്റ്റ്യൻ വരും മക്കളെ. നിയമസഭ പാസാക്കി. 2025 ഒക്ടോബർ മാസം 9-ാം തീയതി. അതിൽ ഗവർണർ ഒപ്പിടണ്ടേ? എപ്പോ ഒപ്പിട്ടു? 2026 മാർച്ച് മാസം 4-ാം തീയതി ഗവർണർ മലയാള ഭാഷാ ബില്ല് ഒപ്പിട്ടു. കേന്ദ്ര മന്ത്രിസഭ എപ്പോ അംഗീകരിച്ചു? 2026 ഫെബ്രുവരി മാസം 24. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചാൽ മാത്രമാണ് ഗവർണർ ഒപ്പിട്ടു. 2026 മാർച്ച് മാസം 4 ഗവർണർ ഒപ്പിട്ടു. എന്താണ് മലയാള ഭാഷാ ബില്ല്? ഭരണഘടനയിലും ഔദ്യോഗിക രേഖകളിലും കേരള എന്ന പേര് മാറ്റി കേരളം എന്ന് ആക്കി. കേരള പോരാ, എന്താക്കണം? നമ്മുടെ കേരളം എന്ന് ആക്കണം. അതാണ് മലയാള ഭാഷാ ബില്ല്. 2025 ഒക്ടോബർ 9 പാസാക്കി. 2026 മാർച്ച് 4 ഗവർണർ ഒപ്പിട്ടു. അടുത്ത നോക്കിക്കേ. കേരളത്തില് അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലം ഏതാണ്? മക്കളെ? ഏതാണ്? അണക്കെട്ടിന്, ഇവിടെ ശ്രദ്ധിക്കണേ, കേരളത്തിൽ അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലം കുമ്പിച്ചൽ കടവ് പാലമാണ്. ഭൂനിരപ്പിൽ നിന്നും 12.5 മീറ്ററാണ് ഉയരം. കേരളത്തിൽ അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലം ഏത്? കുമ്പിച്ചൽ കടവ് പാലം. അതായത് ഏത് അണക്കെട്ടാണ്? നെയ്യാർ ജലസംഭരണിക്കും കരിപ്പയാറിനും കുറുകെ, നെയ്യാർ ജലസംഭരണിക്കും കരിപ്പയാറിനും കുറുകെയാണ് കുമ്പിച്ചൽ കടവ് പാലം. ഇനി കേരളത്തിൽ കായലിന് കുറുകെ ഉള്ള ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? അത് പെരുമ്പളം പാലമാണ്. 1157 മീറ്റർ ആണ് കേരളത്തിൽ. ഇവിടെ അണക്കെട്ടിന് കുറുകെ കുമ്പിച്ചൽ കടവാണെങ്കിൽ കേരളത്തിൽ കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം പെരുമ്പളം പാലമാണ്. ഏത് കായലാണ് മക്കളെ? വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള ഏതാണ്? വേമ്പനാട്ട് കായലിന് കുറുകെയാണ് പെരുമ്പളം പാലം. 1157 മീറ്റർ ആണ്. 2026 മാർച്ച് മാസം 7-ാം തീയതി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 1 മണിക്കൂറായില്ലേ സമയം? ഓക്കെ. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പരമാവധി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. എങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സിന് പ്രചോദനമേകുള്ളൂ. നിങ്ങളുടെ ഓരോ കമന്റുമാണ് അടുത്ത ക്ലാസ്സിലൂടെ കാണാം. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പം വർക്കൗട്ട് ചെയ്ത് വരണം കേട്ടോ. LGS ലെവൽ പ്രിലിംസും മെയിൻസിന്റെയും LGS ലെവലില് കേരള PSC 2021 മുതൽ 26 വരെ നടത്തിയിട്ടുള്ള എല്ലാ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ 22 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ട് ചെയ്യാത്തവരൊപ്പം ചെയ്ത് വരാം. എങ്കിലേ ഇവിടെ പൂർണ്ണ വിജയം ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.